എന്നോട് ജിബ്രീൽ പറഞ്ഞിട്ട് പോയതാ, ഇനി നമുക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കാണാൻ പറ്റൂല. ഇങ്ങോട്ട് പറഞ്ഞപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂട്ടുകാരായ സഹാബത്തൊക്കെ സങ്കടത്തോടുകൂടെ വഴിയിലേക്ക് കണ്ണും നട്ടുകൊണ്ടിരിക്കുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു യാത്ര തുടരുകയാണ്. അവരെങ്ങനെ യാത്ര പുറപ്പെട്ടുകൊണ്ട് മണലാരുണ്യത്തിലൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന സമയത്തതാ അവർക്ക് വിശക്കുകയാണ്. അവർക്ക് വല്ലാത്ത വിശപ്പുണ്ട്. അതുകൊണ്ട് വിശപ്പൊന്നകറ്റണം, എവിടെയെങ്കിലും ഒന്നിരിക്കണം, കുറച്ച് ഭക്ഷണമുണ്ടാക്കി കഴിക്കണം. അതുകൊണ്ട് പറ്റിയൊരു സ്ഥലം അന്വേഷിക്ക് സ്വഹാബത്തെ എന്ന് പറഞ്ഞപ്പോ അതാ അങ്ങനെ അതാ ഒരു ചെറ്റക്കുടില് കാണുന്നു. ഒരു ചെറ്റക്കുടില് കാണുകയാണ്. സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ നമുക്ക് ആ വീടിനടുത്തേക്ക് പോകാം, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്തു തരാൻ പറയാമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ആ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുകയാണ്. ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ആ വീടിന്റെ മുന്നിലേക്ക് എത്തിയപ്പോ ഒരു വയോധികയായ സ്ത്രീ ആ വീടിന്റെ മുന്നിലിരിക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, ഞങ്ങളെ വല്ലാത്ത വിഷമത്തിലാണ് ഉമ്മ, ഞങ്ങൾക്ക് വിശക്കുന്നു ഉമ്മ, അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്, ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്, അത് ഞങ്ങൾക്കൊന്ന് പാകം ചെയ്ത് തരുമോ ഉമ്മ എന്ന് പറഞ്ഞപ്പോ വളരെ സ്നേഹത്തോടുകൂടി അവരുടെ അടുക്കലിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട്, മക്കളെ നിങ്ങൾ ഇരിക്കും, ഞാൻ കുറച്ച് സമയം കൊണ്ട് ഭക്ഷണം പാകം ചെയ്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തളത്തിലേക്ക് കയറിപ്പോവുകയാ. ത്തിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. എന്നിട്ട് കയറി ചെന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉറ്റ സുഹൃത്തില്ലേ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം പാകമാകുന്നതും നോക്കി ഇങ്ങനെ ഇരിക്കുകയാ. ആ സമയത്തതാ പെട്ടെന്ന് ആ സ്ത്രീ വന്നുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറയുന്നു, കൈ കഴുകിക്കോളൂ, ഭക്ഷണം റെഡിയായിരിക്കുന്നു, ഭക്ഷണം റെഡിയായിരിക്കുന്നു, നിങ്ങൾ കഴിക്കാൻ വേണ്ടി റെഡിയായിക്കോ എന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അത്ഭുതപ്പെട്ടു പോയി. വളരെ കുറച്ച് സമയം, ഞങ്ങളാണെങ്കിൽ 50-ലേറെ പേരുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇത്രയും ഭക്ഷണം എത്രയും പെട്ടെന്നാക്കാൻ ഈ ഒരു വയോധികയായ സ്ത്രീക്ക് കഴിയുകയോ? അതൊരിക്കലും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമ്മ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നോടൊന്നും വിചാരിച്ചു പോകരുത്, ഇത്രയും ആളുകൾക്ക് ഇത്രയും പെട്ടെന്ന് ഭക്ഷണം പാകം ചെയ്യാൻ നിങ്ങൾക്കാവില്ലെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആരാണ് നിങ്ങളെ സഹായിച്ചത് ഉമ്മ? വളരെ നാണത്തോടുകൂടെ, വളരെ ലജ്ജയോടുകൂടെ, വളരെ അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടി ആ ഉമ്മ പറയുന്നു, പൊന്നുമക്കളെ, ഞാൻ മാത്രമല്ല കേട്ടോ എന്റെ വീട്ടിലുള്ളത്, എന്റെ വിവാഹ പ്രായം കഴിഞ്ഞ് കെട്ടിക്കാതെ വീട്ടിലിരിക്കുന്ന എന്റെ 2 പെൺമക്കളും കൂടെയുണ്ട്. അവരെ പുറത്തിറങ്ങാറില്ല, അവരാണകത്ത് നിന്ന് ഭക്ഷണം പാകം ചെയ്തു തന്നത്. അവരുടെ കാര്യത്തിൽ ഞാൻ വളരെ വിഷമത്തിലാണ്, അവരെ എനിക്ക് കെട്ടിച്ചു വിടാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മയങ്ങ് പൊട്ടി കരയുകയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് പിന്നെ ഭക്ഷണം ഇറങ്ങുന്നില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കൈയൊക്കെ വൃത്തിയാക്കി കൈകിയിട്ട് ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തന്റെ അനുചരന്മാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, സ്വഹാബത്തേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ. നമുക്ക് ഭക്ഷണം പാകം ചെയ്തു തന്ന ആ ഉമ്മയുടെ 2 പെൺമക്കളില്ലേ, ആ പെൺമക്കളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് വിവാഹം കഴിക്കുക? നിങ്ങൾ അബ്ദുറഹ്മാനോട് എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ്. എനിക്ക് അല്ലാഹുവിനെ പേടിയാണ് സ്വഹാബത്തെ. ഞാനെങ്ങാനും ആ ഉത്തരവാദിത്ത ബോധം മറന്നുകൊണ്ട് ഞാനെങ്ങാനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരും സ്വഹാബ. അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും
സ്വഹാബത്തെ, ഞാനെങ്ങാനും അതിന് മറുപടി പറയാതെ, അതിനൊരു പരിഹാരം കാണാതെ ഞാനെങ്ങാനും ഇവിടെ ഇറങ്ങിപ്പോയാൽ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും സ്വഹാബ. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ 2 പെൺമക്കളെ കല്യാണം കഴിക്കാൻ 2 ചെറുപ്പക്കാരെ മുന്നോട്ട് വരാൻ തയ്യാറാവണം. നിങ്ങൾ ചോദിക്കുന്ന എന്തും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ 2 സ്വഹാബികള് മുന്നോട്ട് വരികയാണ്. അവരെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ കച്ചവടവും ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് ആ വീടിന്റെ അകത്തളത്തിരുന്നു കൊണ്ട് അവിടെ നിന്ന് ആ പെൺമക്കള് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഞങ്ങൾക്കൊരു ജീവിതമുണ്ടാക്കി തന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. ആ പെൺമക്കൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാം, പടച്ചോനെ ഞങ്ങൾക്ക് ഒരു ജീവിതമുണ്ടാക്കി തന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ദീർഘായുസ്സ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം കണ്ടു. കച്ചവടം കഴിഞ്ഞുകൊണ്ട് ഒരു പോറല് പോലും ഏൽക്കാതെ, ഒരു മരണവും സംഭവിക്കാതെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തന്റെ സഹാബത്തിന്റെയും നബിയുടെയും മുന്നിലേക്ക് കടന്നു വരികയാണ്. സഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് വരെ അല്ലാഹുവിന്റെ ഹബീബ് മരിക്കാൻ പോകുന്ന ഒരാളെ പറ്റി അയാൾ മരിക്കും എന്ന് പറഞ്ഞിട്ടത് മരിക്കാതിരുന്നിട്ടില്ല, സംഭവിക്കാതിരുന്നിട്ടില്ല. എന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സംഭവങ്ങൾ ആരാഞ്ഞു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ചരിത്രം വിവരിച്ചു കൊടുത്തു, സംഭവം വിവരിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബേ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇങ്ങനെ പോകുന്ന സമയത്ത് പാവപ്പെട്ട 2 പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അത് ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ നായികക്കല്ലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ഞാൻ നിന്റെ കാര്യത്തിൽ അത്ഭുതപ്പെടുന്നു. നിന്റെ മരണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. നിന്റെ മരണത്തിന്, നിന്റെ ആയുസ്സിന് അല്ലാഹു നീട്ടിത്തന്നിരിക്കുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. എന്താണ് കാരണം സഹോദരന്മാരെ? ഒരു പാവപ്പെട്ട പെണ്ണിനെ സഹായിച്ചതല്ലേ, സദഖ ചെയ്തതല്ലേ, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചേക്കാൻ സഹായിച്ചതല്ലേ. എത്രയെത്ര പെൺമക്കളുണ്ട് നമ്മുടെ നാടുകളിലൂടെ നടക്കുന്ന പെൺമക്കൾ എത്രയുണ്ട്. കൂരിരുട്ടത്തിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അല്ലാഹുവേ, ഞങ്ങൾക്കൊരു ജീവിതം കൊണ്ട് റബ്ബേ, ഞങ്ങളോടൊപ്പമുള്ളവരൊക്കെ ഓരോരോ ഭർത്താക്കന്മാരോടുകൂടെ ജീവിക്കുന്നത് കാണുമ്പോ, കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോ വല്ലാത്ത സങ്കടമുണ്ട് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ചൊറ്റപ്പെരയുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് വിങ്ങി കഴിയുന്ന സഹോദരിമാരില്ലേ, ചെറുപ്പക്കാരാ നമ്മുടെ നാട്ടില് ഒന്നന്വേഷിച്ചുകൂടെ? നമ്മുടെ മക്കളെ നമ്മള് ലക്ഷങ്ങളും അതേ കണക്കിന് 100 കണക്കിന് പവനിന്റെ പൊന്നും കൊടുത്തുകൊണ്ട് കെട്ടിച്ചു വിടുമ്പോ ഒരു 5 പവനെങ്കിലും തൊട്ടടുത്ത സഹോദരിക്ക് വേണ്ടി മാറ്റിവെച്ചുകൂടെ? ഒരു 5 പവനെങ്കിലും മാറ്റിവെച്ചുകൂടെ? എന്റെ സഹോദരിയെ, എന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ സഹോദരിയെ കെട്ടിച്ചു വിടാൻ ഒന്ന് മാറ്റിവെച്ചുകൂടെ സഹോദരാ? എന്തുകൊണ്ടാ നമുക്കതിന് സാധിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അർശിന്റെ നിഴൽ നമുക്ക് ലഭിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സദഖ ചെയ്യണം. എന്റെ ഉമ്മമാരെ, കാതിനകത്തും കയ്യിലും കാലിലുമൊക്കെ ഒരുപാട് സ്വർണമിട്ടുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, എന്തിനാ പെണ്ണെ നിനക്ക് ഈ സ്വർണം? എന്തിനാ നിന്റെ കഴുത്തിൽ 5 പവന്റെ മാല? എന്തിനാ നിന്റെ കാതില് 2.5 പവന്റെയും 3 പവന്റെയും കമ്മല്? എന്തിനാണടി നിന്റെ കാലിൽ വലിയ കൊലുസിട്ടുകൊണ്ട് നീ നടക്കുന്നത്? സ്വർണത്തിന്റെ പാദസരമിട്ടുകൊണ്ട് നടക്കുന്നത്? നിനക്ക് മരിച്ചു പോണ്ട പെണ്ണേ,
നിനക്കറിയോ ഫാത്തിമ ബീവിയെ? ആരാ ഫാത്തിമ ബീവി എന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനിങ്ങനെ കടന്നു വരികയാണ്. ആ മനുഷ്യനിങ്ങനെ കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബേ, ഞാൻ പാവപ്പെട്ടൊരു മനുഷ്യനാണ്, എനിക്ക് വിശക്കുന്നു യാ റസൂലല്ലാഹ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്കൊരു പൊന്നാര മോളുണ്ട് കേട്ടോ, ആ പൊന്നുമോളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിനക്കൊരിക്കലും വെറുതെ മടങ്ങേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യനെ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാ. ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവിയുടെ വീട്ടിൽ കയറി ചെന്നുകൊണ്ട് പറയുന്നു, മോളെ ഫാത്തിമ, നിന്റെ ഉപ്പ എന്നെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതാ, എനിക്ക് വിശക്കുന്നു മോളെ, അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം തരണേ എന്ന് പറഞ്ഞപ്പോ, എന്തെങ്കിലും എനിക്ക് തരണേ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ബേജാറാവുകയാണ്. ഒന്നുമില്ലല്ലോ റഹ്മാനെ ഇവിടെ കൊടുക്കാൻ. അവള് വീടാകെ തെരഞ്ഞു നോക്കുന്നു, ആകെ തെരയുകയാണ് എന്താണ് കൊടുക്കേണ്ടത്. അപ്പോഴാ ഫാത്തിമ ബീവിയുടെ കണ്ണിൽ കാണുന്നത് എന്താണെന്നറിയോ? തന്റെ പൊന്നോമന മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കിടന്നുറങ്ങുന്ന പുതപ്പില്ലേ, ആ പുതപ്പെടുത്തുകൊണ്ട് ഫാത്തിമ ബീവി പറയുന്നു, ഏ പൊന്നു മനുഷ്യ, എന്റെ മക്കള് കിടന്നുറങ്ങുന്ന പുതപ്പ് മാത്രമേ എന്റെ അടുക്കലുള്ളൂ, ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പുതപ്പങ്ങ് കൊടുക്കുമ്പോ ആ മനുഷ്യൻ തന്റെ പുതപ്പിങ്ങോട്ട് വാങ്ങിക്കൊണ്ട് തന്റെ ബാഗിലേക്ക് ഇട്ടുകൊണ്ട് പറയുന്നു, ഫാത്തിമ, ഞാനൊരു ഭാഗത്ത് കിടന്നുറങ്ങുമ്പോ തണുപ്പ് കൊള്ളാതെ മഞ്ഞ് കൊള്ളാതെ കിടന്നുറങ്ങാൻ എനിക്കിത് മതി, പക്ഷേ എനിക്ക് വിശക്കുന്നു ഫാത്തിമ, അതുകൊണ്ട് എന്നെ വിശപ്പടക്കാൻ എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി വീണ്ടും വീണ്ടും സങ്കടപ്പെടുകയാണ്. വീണ്ടും സങ്കടപ്പെടുകയാണ്. എന്താണ് റഹ്മാനെ ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യന് കൊടുക്കുക? അപ്പോയതാ ഫാത്തിമ ബീവി തെരഞ്ഞു തെരഞ്ഞ് ഒരു ചിതല് പിടിച്ച ഒരു പഴയ പെട്ടിയുടെ മുന്നിലേക്ക് പോവുകയാണ്. ആ പഴയ പെട്ടി തുറന്നു നോക്കുമ്പോ തന്റെ ഉമ്മ കൊടുത്ത ഒരു പഴയ മാലയുണ്ട്. ബീവി ഖദീജ കല്യാണം കഴിക്കുന്ന സമയത്ത് പൊന്നുമോളെ കടുത്തിലൊന്നുമില്ലാതിരുന്നപ്പോ തന്റെ മോൾക്ക് വേണ്ടി സമ്മാനം കൊടുത്തതാ ഫാത്തിമ ഖദീജ ബീവി. ആ ഖദീജ